ഹലോ, ഉഷാ രവീന്ദ്രൻ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളൊരു 4 ദിവസത്തേക്ക് വേണ്ടി കാഠ്മണ്ഡുവിലേക്ക് പോയി. അത് ഡൽഹിയിൽ പോയിട്ടാണ് പോയത്. ഇത് ഡൽഹി എയർപോർട്ടാണ്. വളരെ വലിയ എയർപോർട്ടാണ് ഡൽഹി ആണെന്നറിയാലോ. അവിടെ നിന്ന് ഞങ്ങൾ കാഠ്മണ്ഡുവിലേക്ക് വീണ്ടും ഒരു ഫ്ലൈറ്റ് പിടിച്ച് വീണ്ടും കാഠ്മണ്ഡുവിലേക്ക് പോവുകയാണ് ചെയ്തത്. ഡൽഹിയിലെ എയർപോർട്ട് വളരെ മനോഹരമാണ്. അവിടെ പോയതിന് ശേഷം എനിക്ക് ഇത്തിരി കോൾഡ് വന്നു. അതുകൊണ്ട് ശബ്ദത്തിന് കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ട്. ഒരു യാത്രകൾക്ക് ശേഷം ഞങ്ങൾ കാഠ്മണ്ഡുവിലെത്തി. കാഠ്മണ്ഡുവിൻ്റെ സീനാണിത്. ഇറങ്ങേണ്ട സ്ഥലമാണ്. ഒരു അത്ര ഡെവലപ്പായിട്ടുള്ള ഒരു കൺട്രി ഒന്നും അല്ല. വളരെ പഴയ ബിൽഡിങ്ങുകളും ഒക്കെയാണ്. ഇവിടെ നിറയെ അമ്പലങ്ങളാണുള്ളത്. എല്ലാം ചെറിയ ചെറിയ കടകളാണ്. ഞങ്ങൾ ഇവിടെ പോവാൻ കാരണം ഇവിടുത്തെ പശുപതി ടെമ്പിൾ തൊഴാൻ വേണ്ടിയാണ്. ഞങ്ങൾ താമസിച്ച ഫ്ലാറ്റാണിത്. വളരെ മനോഹരമായ ഒരു ഫ്ലാറ്റാണ്. ഹാളും കിച്ചണും പിന്നെ 2 ബെഡ്റൂമും ഒക്കെ ആയിട്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. ഇവിടെ നമുക്ക് കുക്കിംഗ് ചെയ്യാനുള്ള പാത്രങ്ങളും ഫ്രിഡ്ജും ഓവനും എല്ലാം ഉണ്ട്. പക്ഷെ ഞങ്ങൾ ഇതിവിടെ കുക്കിംഗ് ഒന്നും ചെയ്തില്ല. ഓൺലി ടീ കോഫി മാത്രമാണ് ഞങ്ങൾ ചെയ്തത്. ബാക്കിയെല്ലാം ഞങ്ങൾ പുറത്തുനിന്ന് വരുത്തുകയായിരുന്നു. നല്ല ബെഡ്റൂമിലും ഹാളിലും എല്ലാവിടെയും AC ഉണ്ടായിരുന്നു. നല്ല വൃത്തിയും മനോഹരവുമായ ഒരു ഫ്ലാറ്റായിരുന്നു. ഞങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ പശുപതി ടെമ്പിളും ദർശിക്കാൻ പോയി. ഉള്ളിൽ ക്യാമറ കടത്താൻ നിവൃത്തിയില്ലായിരുന്നു. കടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഭയങ്കര തിരക്കായിരുന്നു. ഒരുപാട് രാജ്യങ്ങളിൽ നിന്നും ആളുകൾ ഇവിടെ വന്നിരുന്നു. അത് കാരണം നല്ല തിരക്കുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് പൈസ എല്ലാം കൊടുത്താണ് ദർശനം നടത്തിയത്. ഇത് ചന്ദ്രഗിരി ഹിൽസാണ്. അവിടേക്ക് പോകാൻ കേബിൾ കാറിൽ പോകണം. ഒരുപാട് ഹില്ലാണ്. അതിൽ ഞങ്ങൾ കയറിയിരുന്നു. 8 പേരാണ് ഒരു കാറിൽ അവർ കയറ്റുന്നത്. കേബിൾ കാറാണ്. മുകളിലേക്ക് പോകുന്തോറും കാടാണ്. നല്ല ബ്യൂട്ടിഫുൾ അതിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് കേബിൾ കാറുകൾ പോയിക്കൊണ്ടിരുന്നു. ഒരുപാട് യാത്രക്കാർ ഇവിടെ ഈ സ്ഥലം കാണാൻ വന്നുകൊണ്ടേയിരുന്നു. വളരെ മനോഹരമായ ഒരു സ്ഥലമാണ്. അറ്റത്തേക്കാണ് ഞങ്ങൾ പോയത് കേബിൾ കാറിൽ. യാത്ര നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു. അവിടെ ചെന്ന് അവിടെ ഒരു ടെമ്പിളുണ്ട്. അവിടെ ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ ആ ടെമ്പിളിലേക്ക് പോയി. ആ ടെമ്പിളിൽ അന്ന് ഒരു വിവാഹം നടക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ആ വിവാഹമൊക്കെ കണ്ടു. പിന്നെ അവിടെ ഒരു അന്നപ്രാശം കുട്ടികൾക്ക് ചോറ് കൊടുക്കുന്നുണ്ടായിരുന്നു. അതെല്ലാം കണ്ട് ഞങ്ങളവിടെ നിന്ന് ഹാപ്പിയായി തിരിച്ചു പോന്നു. പിന്നീട് ഞങ്ങൾ പോയത് ബുദ്ധ ഗാർഡനിലാണ്. വളരെ മനോഹരമായ ഒരു ഗാർഡനാണത്. നിറയെ ബുദ്ധൻ്റെ അമ്പലങ്ങളാണ്. ചുറ്റും ബുദ്ധൻ്റെ ഫോട്ടോസൊക്കെ വെച്ച് നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. എല്ലാം പഴയ ബിൽഡിങ്ങുകളാണ്. അമ്പലങ്ങളൊക്കെ പഴയതാണ്. ഒരു മാറ്റവും അവർ ചെയ്തിട്ടില്ല. അവിടെ എല്ലാം കറങ്ങി തൊഴുത് ഞങ്ങൾ തിരിച്ച് ഇറങ്ങിപ്പോന്നു. ചെറിയ ചെറിയ കടകളാണ്. എല്ലാം നല്ല ഭംഗി. എല്ലാം അവിടുത്തെ സീനറികളും അവരുപയോഗിക്കുന്ന കത്തികൾ, തൊപ്പികൾ, അവരുടെ ആചാരങ്ങളിലുള്ള ഓരോ സാധനങ്ങളാണ് അവർ അവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. നല്ല മനോഹരമായ കാഴ്ചകളായിരുന്നു എല്ലാം തന്നെ. ഇതൊക്കെ അവരുടെ ഓരോ സാധനങ്ങൾ വിൽക്കാൻ വെച്ചിട്ടുള്ളതാണ്. ഞങ്ങളിവിടേക്ക് വെറുതെ ഒന്ന് ഉള്ളിലെല്ലാം പോയി കറങ്ങി നോക്കി വന്നു. അതിനുശേഷം ആണ് ഞങ്ങൾക്ക് വീണ്ടും ഞങ്ങൾ ഇവിടെ ഒരു നല്ല ഭംഗിയുള്ള ഒരു ബുദ്ധൻ്റെ വിഗ്രഹം കണ്ട്. നല്ല ഭംഗിയുണ്ട് അത് കാണാൻ. അതിൻ്റെ അടുത്തും ഒരുപാട് ബുദ്ധൻ്റെ ഫോട്ടോസ് കാണാം. വിഗ്രഹങ്ങൾ കാണാവുന്നതാണ്. മുകളിലേക്ക് പോകുന്തോറും നല്ല അവിടെ പഴയ ബിൽഡിങ്ങുകളും ഒരു മാറ്റവും വരുത്താതെ അതേപോലെ തന്നെ ഉണ്ട്. മാറ്റങ്ങളൊന്നും തന്നെ അവർ ചെയ്തിട്ടില്ല.
ഒരുപാട് സാധനങ്ങൾ അവർ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ അവർ തന്നെ കൊത്തി ഉണ്ടാക്കണതാണ്, കല്ലിൽ കൊത്തി ഉണ്ടാക്കണ ഫോട്ടോസാണ്. അവർ നമുക്കത് കാണിച്ചു തന്നു. മനോഹരമായ അമ്പലങ്ങളാണ് അവിടെ മെയിനായിട്ടുള്ളത്. ഞങ്ങൾ അവിടുത്തെ ദർബാറൊക്കെ കണ്ടു. രാജാക്കന്മാരൊക്കെ താമസിച്ചിരുന്ന ദർബാറും ഒക്കെ വളരെ ബ്യൂട്ടിഫുള്ളായിരുന്നു കാണാൻ. നല്ല മുകളിൽ നിന്ന് നോക്കുമ്പോൾ നല്ല സീനറിയാണ്. അവിടെ പെട്ടെന്ന് മഴ പെയ്യും. നമുക്ക് ഇവിടെ ഹൈദരാബാദിൽ ഭയങ്കര ചൂടാണ്. അതേസമയം അവിടെ പോയപ്പോൾ 2 മഴ കിട്ടി ഞങ്ങൾക്ക്. നല്ല കാലാവസ്ഥയാണ്. അധികം ചൂടോ അധികം തണുപ്പോ ഒന്നുമില്ലാത്ത അതിമനോഹരമായ ഒരു കാലാവസ്ഥയാണ് അവിടെ ഉള്ളത്. പിന്നെ അവിടുത്തെ ഫുഡ് അധികം തക്കാളി എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായില്ല. ഹോട്ടലിൽ ചെന്ന് ചോദിച്ചപ്പോഴാണ് അവർ പറഞ്ഞത് അവിടുത്തെ താലിക്കാണ് തക്കാളി എന്ന് പറയണത്. നല്ല താലിയായിരുന്നു. ചിക്കൻ താലിയും വെജിറ്റബിൾ താലിയും എല്ലാം ഉണ്ട്. കറികൾക്ക് കുഴപ്പമൊന്നും താലിക്ക് അത്ര കുഴപ്പമൊന്നും തോന്നിയില്ല. പക്ഷേ ഭയങ്കര എക്സ്പെൻസീവാണ്. ഒരുപാട് പൈസ കൊടുക്കണം ഇവിടെ. ഇവർക്ക് ഇഡ്ഡലിയൊന്നും ഉണ്ടാക്കാൻ അറിയില്ലെന്ന് തോന്നുന്നു. ഹോട്ടലിൽ ഇഡ്ഡലി ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയില്ല. ദോശയ്ക്ക് കുഴപ്പമൊന്നും, ദോശ ഊത്തപ്പം അതെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ ഭയങ്കര വിലയാണ്. അവരുടെ പൈസയും നമ്മുടെ പൈസയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര വ്യത്യാസമുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ഒരു ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.